നമ്മുടെ ചുറ്റുപാടിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ചെടികളിൽ ആവണക്കും വെളുത്തുള്ളിയും വളരെ പ്രധാനപ്പെട്ടവയാണ്. ഇവ രണ്ടിനും ആയുർവേദത്തിൽ അത്ഭുതകരമായ ഗുണങ്ങളുണ്ട്. ഈ ചെടികൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പല രോഗങ്ങൾക്കും പ്രതിവിധിയാകാനും സഹായിക്കും. ആവണക്ക് മലയാളത്തിൽ പലർക്കും പരിചിതമായ ഒരു ചെടിയാണ്. ഇതിന്റെ എണ്ണ ഉപയോഗിച്ച് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം. ഉദാഹരണത്തിന് ആപ്പൻഡിസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ആവണക്ക് എണ്ണ വളരെ ഫലപ്രദമാണ്. 3 മുതൽ 5 ഗ്രാം വരെ ആവണക്ക് എണ്ണ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ആപ്പൻഡിസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രായമനുസരിച്ച് ഈ അളവ് ക്രമീകരിക്കാം. 30 മുതൽ 40 വരെ വയസ്സിന് മുകളിലുള്ളവർക്ക് 5 ഗ്രാം, അതിൽ താഴെയുള്ളവർക്ക് 4 ഗ്രാമോ 3 ഗ്രാമോ എടുക്കാം. ഇത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. 1 മാസത്തിനുള്ളിൽ ആപ്പൻഡിസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ഗണ്യമായി കുറയും. ആവണക്ക് എണ്ണ വയറുവേദനയ്ക്കും ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ ആവണക്ക് എണ്ണ ചെറുതായി ചൂടാക്കി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് വയറുവേദനയും പെട്ടെന്നുള്ള പെരുപ്പവും മാറ്റും. സന്ധിവേദനയോ മുട്ടുവേദനയോ ഉള്ളവർക്ക് ആവണക്ക് എണ്ണ ബാധിത ഭാഗത്ത് പുരട്ടാം. 15 ദിവസം തുടർച്ചയായി ഇത് ചെയ്താൽ വേദനയിൽ ശമനം ലഭിക്കും. ഇത് പലരും പരീക്ഷിച്ച് ഫലം കണ്ടിട്ടുണ്ട്. ആവണക്ക് എണ്ണ ഏതൊരു ആയുർവേദ കടയിൽ നിന്നും എളുപ്പത്തിൽ ലഭിക്കും. വെളുത്തുള്ളി നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന ഘടകമുണ്ട്. ഇത് അതിന്റെ ഔഷധഗുണങ്ങൾക്ക് കാരണമാണ്. വെളുത്തുള്ളി ശരീരത്തെ ഡിറ്റോക്സ് ചെയ്യാൻ സഹായിക്കും. ഇതിലെ സൾഫറും മറ്റു പോഷകങ്ങളും കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങളെ വൃത്തിയാക്കി ആരോഗ്യം നിലനിർത്തും. ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ ഇത് ഫലപ്രദമാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വെളുത്തുള്ളി ഒരു വരദാനമാണ്. ഇതിലെ അലിസിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയവയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. കൊളസ്ട്രോൾ പ്രശ്നമുള്ളവർക്ക് വെളുത്തുള്ളി രക്തനാളങ്ങളിലെ അധിക കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ഇത് ഹൃദയാരോഗ്യത്തിന് ഗുണകരമാണ്. വെളുത്തുള്ളി തലച്ചോറിന്റെ ആരോഗ്യത്തിനും മികച്ചതാണ്. ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും അൽഷിമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഓർമ്മശക്തിയും ചിന്താശേഷിയും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ഹാഡികളുടെ ആരോഗ്യത്തിനും വെളുത്തുള്ളി ഗുണം ചെയ്യും. ഓസ്റ്റിയോപൊറോസിസ്, ആർത്രൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ തടയാൻ ഇതിലെ പോഷകങ്ങൾ സഹായിക്കും. വെളുത്തുള്ളി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. ജലദോഷം, പനി, മറ്റണുബാധകൾ എന്നിവയെ ചെറുക്കാൻ സഹായിക്കുന്നു. ഇത് ഒരു പ്രകൃതിദത്ത ആന്റിബയോട്ടിക്കിന്റെ ഗുണം നൽകുന്നു. പുരുഷന്മാരുടെ ഫെർട്ടിലിറ്റി മെച്ചപ്പെടുത്താൻ വെളുത്തുള്ളി വളരെ ഫലപ്രദമാണ്. ഇതിലെ അലിസിൻ, സെലിനിയം, വിറ്റാമിൻ സി, B6 എന്നിവ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ബീജത്തിന്റെ ഗുണനിലവാരവും ചലനശേഷിയും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വെളുത്തുള്ളിയിൽ ആന്റി ക്യാൻസർ ഗുണങ്ങളുണ്ട്. ഇത് വയറ്, ശ്വാസകോശം, സ്തനാർബുദം തുടങ്ങിയവയുടെ സാധ്യത കുറയ്ക്കും. ഡയബറ്റീസ് രോഗികൾക്ക് വെളുത്തുള്ളി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതിന്റെ ആന്റിബാക്ടീരിയൽ ഗുണങ്ങൾ മൂത്രനാളി അണുബാധ തടയുകയും വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യും. വെളുത്തുള്ളി ശരിയായി ഉപയോഗിക്കാൻ 2 മുതൽ 3 അല്ലി വരെ എടുത്ത് പിഴിഞ്ഞ് 10 മിനിറ്റ് വയ്ക്കുക. ഇത് അലിസിനെ സജീവമാക്കും. പിന്നെ ശൂന്യമായ വയറ്റിൽ വെള്ളത്തോടൊപ്പം കഴിക്കുക. ചന്ദ്രക്കല ആദം ഇഷ്ടമല്ലെങ്കിൽ തേനോടൊപ്പം കഴിക്കാം. വെളുത്തുള്ളി ചെറുതായി വറുത്തും കഴിക്കാം. പക്ഷേ അധികം പാകം ചെയ്യുന്നത് പോഷകങ്ങൾ നഷ്ടപ്പെടുത്തും. രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതിനു മുമ്പ് ഡോക്ടറോട് ചോദിക്കണം. വെളുത്തുള്ളിയോട് അലർജിയുള്ളവർ ഇത് ഒഴിവാക്കണം. അമിതമായി കഴിച്ചാൽ വയറ്റിൽ ജ്വലനമോ വാതകമോ ഉണ്ടാകാം. അതിനാൽ പരിമിതമായ അളവിൽ മാത്രം കഴിക്കുക. ആവണക്കിന്റെയും വെളുത്തുള്ളിയുടെയും ഈ ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഈ ചെറിയ ചെടികൾ നിന്റെ ആരോഗ്യത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തും. ഡിസ്ക്ലൈമർ: ഈ വിവരങ്ങൾ വിദഗ്ധ ഉപദേശങ്ങളല്ല, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമുണ്ടാക്കിയതാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കുക.